അൺലിമിറ്റഡ് ബുഫേ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആക്രാന്തം. ഞാനിനി ഒരു സത്യം പറയട്ടെ, ഇത്രയും നേരത്തെ വന്നപ്പോൾ ഇവരെന്നെ വിചാരിക്കണ്ടാവും അമ്മമാർക്കൊക്കെ വല്ല വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് തിന്നൂടായിരുന്നു. കണ്ണടിയിലൊക്കെ പിന്നെ ഡാർക്ക് സർക്കിൾസ് ആയിട്ട് മേക്കപ്പിനൊക്കെ വലിയൊരു പരിധിയാകുമ്പോ ഗുഡ് മോർണിംഗ്. അവിടെ ക്ലീനിങ് ആണ്. ഞാനൊക്കെ ഡ്രസ്സ് ചെയ്ത് മോനെ, നിങ്ങളൊന്നും ഡ്രസ്സ് ചെയ്തിട്ടില്ല? സില്ലി പീപ്പിൾ. ഓ മൈ ഗോഡ്. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞാനിങ്ങനെ പതുക്കെ പറയണം എന്തുകൊണ്ടാ വെച്ചാൽ ഇറ്റ്സ് ഏർലി മോർണിംഗ് കേട്ടോ. 6:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ നീറ്റ് വലിയ ഫോമിൽ റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. തണുപ്പുണ്ട്, അപ്പോൾ ജാക്കറ്റും ഹുഡിയും ഫുൾ കട്ടിയുള്ള പാൻസും ഒക്കെ ഇട്ടേക്കണം കേട്ടോ. പുറത്ത് കാണുമ്പോൾ വെയിലുണ്ട് കണ്ടോ, സണ്ണൊക്കെ റൈസ് ആയിരിക്കണു. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ ബിറ്റ് കോൾഡ് കേട്ടോ. പെട്ടെന്ന് എന്തോ ഒരു കോൾഡ് വേവോ അങ്ങനെ എന്തോ ഒരു സാധനം അടിച്ചിട്ട് വീണ്ടും തണുപ്പായിരിക്കണം ഇവിടെ സിഡ്നിയിൽ. അപ്പോൾ ജാക്കറ്റൊക്കെ എടുക്കണം. എന്തിനാ പുലർച്ചെ കയറിയിട്ട് നമ്മൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇന്ന് കുറേ പരിപാടികളുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഇന്ന്. നല്ല കിടിലും കുറേ പരിപാടികൾക്ക് നമ്മളിന്ന് പോകുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യണത്, ഇത് ഗോപി കുറിക്കണത് ഇപ്പോഴാണ്. വി ആർ ഗോയിങ് ഫോർ ആൻ അൺലിമിറ്റഡ് ബുഫേ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആക്രാന്തവും ഇത്ര വേഗം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. വി ഗോയിങ് ഫോർ ദിസ് അൺലിമിറ്റഡ് ബുഫേ. കുറച്ച് ദിവസം മുമ്പാണ് സുനിൽ കണ്ടിട്ട് എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നു. അൺലിമിറ്റഡ് ബുഫേ എന്ന് ഒരു സംഭവം ഉണ്ട് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഹമാര ഗാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. അന്ന് തന്നെ എനിക്ക് നമ്മുടെ വേറൊരു ഫ്രണ്ട്സ് ഉണ്ട്, ജയകൃഷ്ണൻ പറഞ്ഞ ഒരാൾ, മൂപ്പരുണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്യണു ഇതേ റീല്. ഓ ദിസ് ഈസ് ഗെയിനിങ് പോപ്പുലാരിറ്റി. അപ്പോൾ നമ്മൾ ഓക്കെ പോകണം വിചാരിച്ചിരുന്നിട്ട് ഇന്നലെ ഞാൻ നേരത്തേക്ക് സുനിലിലേക്ക് ഈ വീക്കെൻഡ് എന്തായാലും, വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, വീക്കെൻഡിൽ നമുക്ക് എന്തായാലും പോയി ഒന്ന് കഴിക്കണം. ചോലെ ഭട്ടൂരെ അങ്ങനത്തെ ഐറ്റംസും പിന്നെ നമ്മുടെ ദോശവട ഐറ്റംസും എല്ലാം ഉണ്ട്. വിളിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ഐറ്റംസും ഉള്ള ഒരു അൺലിമിറ്റഡ് ബുഫേ ട്രൈ ചെയ്യാനാണ് കേട്ടോ അന്ന് രാവിലെ തന്നെ പോണേ. ബട്ട് അത് കഴിഞ്ഞിട്ടും ഇന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഫൺ വീക്കെൻഡ് ഐ ഫീൽ ഇന്ന് ആവാൻ പോണത്. നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വിഷം കെട്ടി ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നത് അതിനാണ്. ഞാനിനി ഒന്ന് പ്രാർത്ഥിച്ച് ലൈറ്റായിട്ട് വേണമെങ്കിൽ ഒരു കാപ്പിയോ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പിന്നെ വേണം പിള്ളേരെയൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. വി ആർ തിങ്കിങ് ഒരു 8:45 ആകുമ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 9 to 11:30 ഇതുള്ളത്. അപ്പോൾ അവരവരുടെ ഷട്ടർ തുറക്കണതും നമുക്ക് ഉള്ളിൽ കയറാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് 8:45 ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് വെരി ക്ലോസ് ഫോർ അസ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വൈകുന്നേരം വേറെ ഒരു കിഡിലൻ ഡൈനോസോർ വേൾഡിൽ കാണാനും സുനിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഹി ഹാഡ് ബുക്ക് ടിക്കറ്റ്സ് ഫോർ ദാറ്റ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഡേ. സാനുവിന് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അവളുടെ ഫ്രണ്ടിൻ്റെ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ കുറേ പരിപാടികൾ. എനിവേസ് ഇന്നത്തെ ഒരു ഫൺ ഡേ നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. തൊഴുത് വന്നിരുന്ന ഉടനെ ഞാനൊരു കാപ്പി കുടിക്കാം കേട്ടോ. കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാൻ വെച്ചു. ഇന്ന് സാനുവിന് ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ആക്ച്വലി നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ അവളുടെ ആ പാർട്ടിയുടെ അവിടെ കൊണ്ടാക്കണം. അതുകൊണ്ട് അവൾക്ക് നമുക്ക് വല്ല ക്യാഷ്വലിട്ട് ഇറങ്ങിയാൽ മതി. അവളുടെ എന്തോ പാർട്ടി ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. കാര്യമായിട്ടൊന്നുമല്ല, ബട്ട് സ്റ്റിൽ യു നോ ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ഫോർ എ ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് രാവിലെ ഇറങ്ങാൻ. സോ ദാറ്റ് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവളവിടെ കൊണ്ടാക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് പിള്ളേരുടെ പാർട്ടി ഞാൻ ആലോചിക്കുകയാണ്. ബിക്കോസ് ഇവരൊക്കെ വളർന്നല്ലോ. പണ്ടൊക്കെ സാനുവിൻ്റെ പാർട്ടീസൊക്കെ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ പാർട്ടി എന്തെങ്കിലും പ്ലേ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ മൂവി പാർട്ടി അല്ലെങ്കിൽ വാട്ടർ പാർക്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവരൊക്കെ വലുതായില്ലോ, 11 ആയി. അപ്പോൾ അവരുടെ പാർട്ടിയുടെ സ്റ്റൈൽസ് തന്നെ മാറിയിരിക്കണു. അങ്ങനത്തെ അല്ലാത്ത പാർട്ടിക്ക് പോകാൻ
പുച്ഛം, ചിൽഡ്രൻ അങ്ങനെയൊക്കെ. ഇവരുടെ എങ്ങനെയാ വെച്ചാൽ ഇത് ഷോപ്പിംഗ് പാർട്ടിയാണ്. അതായത് അവരുടെ പേരൻസ് എല്ലാ കുട്ടികളെയും നോക്കും. അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് ഇവിടുത്തെ ഒരു കുട്ടിയാണ്, ഒരു ഓസ്ട്രേലിയൻ കുട്ടിയാണ്, അവളുടെ ഫ്രണ്ടാണ്. അത് പണ്ടേ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുടെ അമ്മയും അച്ഛനും ഫാമിലിയൊക്കെ ഉണ്ടാവും കുട്ടികളെ നോക്കാൻ. അവരുടെ ഗ്യാങ്ങിനെ വിളിച്ചിട്ടുണ്ട്, ഷോപ്പിംഗ് സെൻറ്ററിൽ കൊണ്ടാക്കി അവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കും. ആൻഡ് അവർ ഷോപ്പ് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കറങ്ങും. പേരൻസും കൂടെ ഒരു മോണിറ്റർ ചെയ്യാൻ ഉണ്ടാവും അടുത്ത് തന്നെ, കാരണം കുഞ്ഞു കുട്ടികളിൽ. ഇവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മേക്കപ്പിൻ്റെ സ്റ്റോഴ്സ്, മാല, വള, കമ്മലുകൾ, അങ്ങനത്തെ ഐറ്റംസ്, ക്ലോതിങ് സ്റ്റോഴ്സ് ഒക്കെ പോയി, പിന്നെ അവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയി ഫുഡൊക്കെ കഴിച്ച് പാർട്ടി ഫിനിഷിങ്. അപ്പോൾ കുട്ടികളുടെ ഒരു ലൈക്ക് എ ഡേ ഔട്ട് വിത്ത് ഫ്രണ്ട്സ് എന്നുള്ള മാതിരത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി കേട്ടോ. ദേ ഗ്രോ ഓൾഡർ. നമുക്കാണ് ടെൻഷൻ, ദൈവമേ എന്തൊക്കെയൊക്കെയാണ് മൈ ഗോഡ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വയറ് കത്തരുത് കേട്ടോ. അങ്ങനെ എപ്പോഴും അതെൻ്റെ ഒരു ടെൻഷനാണ്. ദാറ്റ് നമ്മുടെ കൾച്ചറല്ലാത്ത ഒരു നാട്ടിലാണല്ലോ വളരണതും കുട്ടികൾ. സോ ഫോർ ദെം ദിസ് ഇസ് നാട്. ഇപ്പോൾ ഇന്നലെ ആണ് ഞാൻ പറഞ്ഞത് അവളോട്, ഇന്ന് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിന് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യാ കൂൾ വാട്ട് വി ഹാവിങ് എന്നൊക്കെ പറയാം. ആൻഡ് ഐ സൈഡ് അതാണ് ഹമാര ഗാഡി റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ഫുഡാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മുഖം പോക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒന്നും കൊടുക്കാൻ തോന്നി. ബിക്കോസ് അവർ ഇവിടെ വളരണോണ്ട് അവർക്ക് ഇൻ ഹെർ ഹെഡ് അവൾ വിടുത്തുകാരിയാന്നാണേ. അപ്പോൾ നമുക്ക് കുട്ടികൾ പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വളരുന്ന സാഹചര്യത്തിൻ്റെയാണ്. കുറേയൊക്കെ പേരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ബട്ട് ഇവൻച്വലി അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് ഒക്കെ ഇവിടുത്തുകാരൊക്കെ ആവുമ്പോൾ, അവർക്ക് ഇന്ത്യൻ ഫ്രണ്ട്സും കുറേ ഉണ്ട്, എന്നാലും എന്തായാലും ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ്, രണ്ടും ഉണ്ട്. ഇവിടുത്തെ കൾച്ചർ എല്ലാം മോശമെന്നല്ല പറയണേ, നമ്മുടെ കൾച്ചറെല്ലാം നല്ലതാണെന്നല്ല പറയണേ. ബട്ട് സർട്ടൻ തിങ്സ് ലൈക്ക് നമ്മളൊക്കെ എങ്ങനെയായിരുന്നു, ഞാനൊക്കെ കല്യാണത്തിന് ശേഷമാണ് അച്ഛനമ്മേനൊക്കെ വിട്ടുനിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടേ ഉള്ളൂ. മാക്സിമം ഞാൻ 2 ആളും ഇല്ലാതെ നിന്നിട്ടുള്ളത് അമ്മൂമ്മയും മുത്തച്ഛൻ്റെയൊക്കെ കൂടെയാണ്. സോ പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു കൾച്ചറില്ലല്ലോ. കുറച്ചൊന്ന് വലുതായ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങും, ദേ ലിവ് ഓൺ ദിയർ ഓൺ. ഇവിടുത്തെ കുറേ ഇന്ത്യൻസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ മക്കളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കണേ. ആൻഡ് ബിക്കോസ് ദേ വോണ്ട് ദ ഇൻഡിപെൻഡൻസ്, അവർക്ക് സ്വന്തമായിട്ടെല്ലാം ചെയ്ത് പഠിക്കണം. മേക്സ് ദം സ്മാർട്ടർ ഐ ഫീൽ. ബട്ട് നമുക്ക് ആസ് ഇന്ത്യൻ പേരൻസ് നമുക്ക് മനസ്സിലൊരു ഡഗ് 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 ഇല്ലേ, അത്. ഓക്കെ, എനിവേസ്, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് സൂളിൽ റെഡി ആയിട്ടിരിക്കുകയാണ്, സാനു റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ കാപ്പി കുടിക്കട്ടെ, എന്നിട്ട് സാശുമാനെ പതുക്കെ എണീപ്പിച്ചാൽ മതിയല്ലോ. അത് കഴിയണതും ഉറങ്ങിയാൽ അത്രയും നമുക്ക് മനസ്സമാധാനമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിവിടെ ഉറങ്ങാണ് കേട്ടോ. എനിവേസ്, കാപ്പി കുടിക്കട്ടെ. ഒരാളെ എന്നിട്ട് വന്നിട്ടുണ്ട്. സന്തോഷമുള്ള മുഖം കണ്ടില്ലേ, കൊല്ലോ പിടിച്ചിട്ടില്ല. അവളൊക്കെ റെഡി ആയി, സാനുവേണ്ടി ഇതാ ഫുൾ റെഡി ആയിട്ടുണ്ട് അവളുടെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. സുനിലൊന്ന് ചേഞ്ച് ചെയ്ത് വന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഗ്രോസറി വാങ്ങാണ്ട് കേട്ടോ, വുൾവർട്സിൽ പോയിട്ടേ. അപ്പോൾ അതിൻ്റെ ബാഗ്സ് ഒക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് അവർ ബാഗ്സ് തരില്ല, നമ്മൾ ബാഗ്സ് ഇങ്ങനത്തെ കൊണ്ടുപോകണം. കുറച്ച് നാളായി അത് തുടങ്ങിയിട്ട്, ജസ്റ്റ് ഫോർ ലൈക്ക് എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് യാ, നമ്മൾ ആക്ച്വലി ഈ ഗ്രോസറീസ് പോയി വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മാസമായില്ലേ അല്ലേ? ഓ, 1 മാസം എന്തോ ആയി. ബിക്കോസ് നമുക്ക് ടൈം കിട്ടണില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഊബറിൽ വേണ്ട സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്ത് ഗ്രോസറി ചെയ്യായിരുന്നു. പക്ഷെ നമുക്കായിട്ട് നോക്കിയെടുക്കാൻ പറ്റണില്ല. അവിടെ പോയി എന്തെങ്കിലും കാണുമ്പോഴല്ലേ നമുക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ ഓർമ്മ തന്നെ വരും. ഹാഫ് ദ തിങ്സ് അങ്ങനെ ഓർമ്മ വരില്ല കേട്ടോ, ഒക്കെ കണ്ടാലേ ഓർമ്മ വരും. സോ ഒന്ന് ഇവളെ പാർട്ടിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഗ്രോസറിയും കൂടെ എന്നിട്ട് വാങ്ങാണ്ട്, അതിനാണ്ട് ബാഗ്സ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണേ. ഇറങ്ങാം, ലെറ്റ്സ് ഗോ. ടാറ്റ ടാറ്റ. സാഷിമ ദോശ കഴിക്കുമോ? ദോശ എൻ്റെ വയറുന്ന ആ ശബ്ദം കേട്ടോ, എല്ലാവരും കേട്ടോ, വിശക്കണു. ഇന്നാണ് പോണ്ട് എന്നുള്ളതുകൊണ്ടാവുണ്ട് ഭയങ്കര വിശപ്പ്. പിള്ളേരൊക്കെ വണ്ടിയിൽ കയറ്റിണ്ട് ടാസ്മുണ്ട്. വണ്ടി എടുത്ത് ഇറങ്ങാം. രാവിലെ ആയിട്ടുള്ളൂ, ആൾക്കാരൊക്കെ മോർണിംഗ് വാക്കിന് പോവുക. ഇറ്റ്സ് ഫുൾ ലൈക്ക് പിള്ളേരെ പൂന്തോണിയിൽ ആ ഒരു ടൈപ്പ് ഓഫ് രാവിലെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ ഫുഡ് അടിക്കാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എനിക്ക് തന്നെ ചെറിയ വരുന്നു നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ആക്രാന്തം. പക്ഷെ നല്ല വിശപ്പുണ്ട്. ആൻഡ് രാവിലെയും ലൈക്ക് വീക്കെൻഡ്സിലൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വളരെ പുവറായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക് ഇറങ്ങുക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, എനിവേസ്, വണ്ടി ഒക്കെ ഉണ്ട്, സ്വന്തം വണ്ടി കയറാം.
നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ വെച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. കാരണം എപ്പോഴും അതിൻ്റെ മൂഡ് മാറുക, അത് കരച്ചിൽ തുടങ്ങുക പറയാൻ വയ്യ. ബട്ട് അതർവൈസ് അത് നല്ല സ്വഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് 4 പേർക്കും കൂടിയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. വിൻസർ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് റോഡുണ്ട്, കെലിവലി ഈ ഭാഗത്തൊക്കെയാണ്. അവിടെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഹമാര ഗാഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. മെയിൻ സ്മാക്ക് ബാങ് ഓൺ ദ മിഡിൽ ഓഫ് ദ റോഡ് തന്നെയാണ്. അത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്ക് ഉള്ളിലേക്ക് കയറുക. ഇവിടെ ഓസ്ട്രേലിയ പോസ്റ്റ്, വേറെ കുറച്ച് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെയൊക്കെ കുറച്ച് സ്റ്റോഴ്സൊക്കെ ഉണ്ട്. ബട്ട് ആ ഒരു പെട്രോൾ പമ്പ് കാണില്ലേ BP-യുടെ, അതിൻ്റെ റൈറ്റ് നെക്സ്റ്റ് ആണ് കേട്ടോ ഈ ഹമാര ഗാഡി. പ്ലസ് ഫിറ്റ്നസിന്റെ തൊട്ട് ജിമ്മിന്റെ അടുത്ത് തന്നെയാണ് എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും. ആ ഹമാര ഗാഡിന്ന് കാണുന്നതാണ് കേട്ടോ സംഭവം. തുറന്നിട്ടില്ല, ഉണ്ട് നമ്മളിപ്പോഴും വണ്ടിയിലിരിക്കുക. നേരത്തെ എത്തിയോണ്ട് നല്ല കിടിലം പാർക്കിംഗ് ഒക്കെ കിട്ടി. ഇവർക്ക് ആക്ച്വലി ബ്ലാക്ക് ടൗണിൽ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, ആൻഡ് ദെൻ ക്വേക്കസിലും ഉണ്ട് തോന്നുന്നു. ഇതിപ്പോ കെലിവലാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ, വേഗം ഓടിച്ചെത്താം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ റീൽസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ നോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ എത്തിയപ്പോൾ. ഏതായാലും പോയി ഇരിക്കാമെന്ന് വിചാരിക്കണു, ഓപ്പൺ ആണെങ്കിൽ. ബിക്കോസ് അല്ലെങ്കിൽ ചെറുത് ഇവിടെ നമ്മൾ കൊല്ലും. ഞാനിനി ഒരു സത്യം പറയട്ടെ, നമ്മൾ കുളിച്ചിട്ട് വരില്ല, രാവിലെ എടുത്തിട്ട് ഓടിയതാ ഫുഡ് കഴിക്കാനുള്ള അക്രാന്തം കാരണം. ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോൾ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു, ഓ വല്ലാണ്ട് നീ ക്ഷീണിച്ചല്ലോ എന്ന്. ഞാൻ മെലിഞ്ഞിരുന്നു, അത് ഇപ്പൊ എന്തുകൊണ്ടാന്ന് എല്ലാവർക്കും അറിയാലോ. ബട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ശരിയായി വരുന്നു. ബട്ട് ഐ എം ട്രൈങ് ടു ഈറ്റ് എ ലോട്ട് മോർ ഇൻ എനി കേസ്, ബിക്കോസ് നോട്ട് ടു തടിക്കൽ, മോർ ലൈക്ക് ഒന്ന് ഫിറ്റ് ആൻഡ് ഹെൽത്തി ആവാൻ, മുഖത്തൊക്കെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറാണ്ടാവും. എപ്പോഴും നമുക്ക് മേക്കപ്പ് ഇട്ടിട്ട് ഒതുക്കാൻ പറ്റില്ലല്ലോ, ക്ഷീണം ശരിക്കും തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നുണ്ട് ആൾക്കാർക്ക്. ബട്ട് യാ, ഓഫീസിലും ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട്, ഷൂ യു ഹാവ് ടു ഈറ്റ് മോർ. പിന്നെ ഷൂ എന്നാണ് എല്ലാവരും വിളിക്കുക കേട്ടോ. യു ഹാവ് ടു ഈറ്റ് മോർ എന്നൊക്കെ പറയുന്നുണ്ട്. സുണിൽ ചെറുതിനെ വണ്ടിയിൽ നിന്ന് എടുക്കുക. ആക്ച്വലി ഇപ്പോൾ വെയിലൊക്കെ വന്ന് വലിയ തണുപ്പ് തോന്നണില്ല. ബട്ട് എന്നാലും നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങട്ടെ, ഇനി ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഞാനൊക്കെ ജാക്കറ്റ് വണ്ടിയിൽ തന്നെ ഇട്ടു, ആൾക്കൊന്നും നടക്കണില്ല. തുറന്നു അപ്പോൾ അതോ നമ്മളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയുമോ അറിയില്ല. അതാണ് കേട്ടോ, പുറത്ത് ഇങ്ങനെ ഔട്ട്ഡോർ സെറ്റപ്പ് ഉണ്ട് അവർക്ക്. ചിലപ്പോൾ ഇതിനകത്തും ആവാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അതാണ് കേട്ടോ. എവറി സാറ്റർഡേ സൺഡേ 8:30 AM to 12 PM ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഇപ്പോൾ കാണിക്കുന്നു. ലെറ്റ്സ് സീ. ഇത് അത്രയാണ് കേട്ടോ. അഡൾട്ട്സിന് 18.95, കിഡ്സിന് 13.95. സോ ഇറ്റ്സ് ക്വൈറ്റ് റീസണബിൾ. ആൻഡ് എവറി വീക്കെൻഡ് അവരുടെ മെനു മാറുകയും ചെയ്യും. ഉള്ളിലൊന്നും ആരെയും കാണാനില്ല. എന്ത് നോക്കി നോക്കാം. നമ്മളുണ്ട് ഇവര് ഷട്ടർ തുറന്നു ഉടനെ നമ്മൾ വേഗം എത്തിയത്. സംഭവം തുടങ്ങിയോന്ന് അറിയില്ല. പക്ഷെ ഇതാ ഇവിടെയാണ് കേട്ടോ, ഇതൊക്കെയാണ് ഫുൾ സെറ്റപ്പ്. ഒരു വെച്ച് തുടങ്ങണുള്ളൂ കേട്ടോ. അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ, ചട്നിയും സോസും ചമ്മന്തി അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ചൂട് എന്തൊക്കെയൊക്കെയോ ഉണ്ട്, പുക വരുന്നുണ്ട്. അത് ചോല ഭട്ടൂരയുടെ എന്തോ തോന്നണു, അറിയില്ല. വെച്ച് തുടങ്ങണുള്ളൂ. ഓരോ ഷെഫ് ഓരോന്നായിട്ട് കൊണ്ടുവരണേ ഉള്ളൂ ഇവിടെ. ഇത്രയും നേരത്തെ വന്നപ്പോൾ ഇവരെന്നെ വിചാരിക്കണ്ടാവും, അമ്മമാർക്കൊക്കെ വല്ല വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് തിന്നൂടായിരുന്നു. മോർ വേണല്ലോ. തരാടാ, അവരെടുക്കട്ടെ. കൺട്രോൾ. ഈ ഹോട്ടലിലേ ഇത്രയും കാലം അവൾ വന്നിട്ട് ഇത്ര കാലിയായി നമ്മൾ മാത്രമായിട്ട് ഇരിക്കണം ആദ്യമായിട്ടാണോ. അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കെട്ടാൻ തന്നെ പാടാണ്. പാട്ട് റെഡി എന്ന് പറഞ്ഞു. അവരെന്നോട് ആദ്യം തന്നെ വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ, ഇത് സാമ്പാറും ഉണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, പിന്നെ കോഫി, ജിഞ്ചർ ടീ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ജ്യൂസ്, സോസുകൾ, അത് ചട്ടിപ്പൊടിയാണ് കേട്ടോ. ചമ്മന്തി, പിന്നെ ഇതിനകത്ത് വാട്ട് ഈസ് ദിസ്? ഓ, ദിസ് ഈസ് കേസരി. This is kesari. Yeah. This is moong dal khichdi. Moong dal khichdi, right, okay. I'll leave it open? Yeah, okay. Puri, this is chole? This is puri, this is chole. Chole, yeah. Dosas are coming. Dosas coming, yeah. This is the potato curry. Potato curry, yeah. Vada and idli, so lovely. Thank you. അത്രയുണ്ട് കേട്ടോ സ്പ്രെഡ്. കുറേ ഇല്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള, ഇത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ള എല്ലാ സംഭവം ഉണ്ട്. ഇനി ദോശ വരെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അയാളവിടെ ഉണ്ടാക്കണം ഞാൻ കണ്ടു. ഇതുമ്പോഴാണ് എൻ്റെ കണ്ണ്. എനിക്ക് ഇതുമ്മ വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, ഇത് ഡെസേർട്ട്സ് പോലെയൊക്കെ വേറെയും കുറച്ച് ഐറ്റംസ് നമുക്ക് കഴിച്ചു തുടങ്ങാൻ. ഞങ്ങളുടെ ഫാഷിമയാണ് തുടങ്ങിയത്. ഫാഷിമ ഇഡ്ഡലിയും ദോശയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ സുള്ളും സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മെതുവടയില്ലേ, ഉഴുന്നുവടയും പിന്നെ കുറച്ച് ചോല ഭട്ടൂരയും അച്ചാറും കുറച്ച് ഈ ചട്നിയും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാച്ചു. എന്നിട്ട് വേണം ഇനി ദോശ പോയി എടുക്കാൻ.
സൗണ്ട് കേട്ടോ. ഓ ആക്ച്വലി നല്ല സൗണ്ട്, നല്ല പൂരിയും വട കഴിച്ചോ. വെരി നൈസ്. ഞാൻ ഇഡ്ഡലി കഴിക്കാത്ത ആളാണ്. ഞാൻ ഇഡ്ഡലി ട്രൈ ചെയ്ത പോലും ഇല്ല, തുള്ളും കഴിക്കാറില്ല. ഇത് സാക്ഷിമാരുടെ ഇരുന്ന് കഴിക്കണുണ്ടാവും ദോശ. കൊണ്ട് ഭക്ഷണത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ടച്ച് വുഡ്. ഇന്ത്യൻ ഫുഡ് ഇപ്പം ഇഷ്ടമല്ലോ. ആ ചെറുതിരുന്ന് കഴിക്കുന്നുണ്ട്, അത് പ്രശ്നമില്ലാതെ. ഞാൻ ദോശ എടുത്തിട്ടുണ്ട്, ചട്നിയും സാമ്പാറും എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഉഴുന്നുവട അസലുണ്ട്. പൂരിയും ചോല കേട്ടോ എൻ്റെ ഫേവറേറ്റ് സോഫാർ. ബൈ ദ എൻഡ് ഓഫ് ഇറ്റ് ആ ചെറുത് ഒരു ദോശയും ഒരു മുക്കാ ഇഡ്ഡലിയും ഒരു ഹോൾ ബൗൾ ഓഫ് ഈ കിച്ചടിയും കഴിച്ചു കേട്ടോ. എന്തൊരു ഇഷ്ടമായി അവൾക്ക്. നമുക്ക് ചെറിയ വന്നു. അവളാണ് ഫ്രീ ആയിട്ട് കഴിച്ചത്. കുട്ടിയവാവകൾക്കൊന്നും ചാർജില്ല. ബട്ട് അവളുടെയും സാനുവിൻ്റെയും കഴിച്ച പേയ്മെൻറ്റിന് മുതലാക്കി. അവളവിടെ ഇറങ്ങിട്ടോ. അതാണ് സ്ഥലം. സാശുവാണ് കേട്ടോ മുതലെടുത്ത് കഴിച്ചേക്കണേ. അവൾക്ക് ആക്ച്വലി ഫ്രീ ആണ്, പക്ഷെ അവൾ ടേക്ക് അവേ ദോശ വരെ എടുത്തിരിക്കണം. ഇതിൻ്റെ തൊട്ടന്നെ കെലിവൽ ഗ്രോസറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, ഗ്രോസറി കിട്ടുന്ന ഒരു സ്റ്റോർ കേട്ടോ. അവിടെ ഒന്ന് കയറുക നമ്മൾ കുറച്ചും കൂടെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ. ഇത് നമ്മളെ ഒരു നെയ്ബർ തുടങ്ങിയത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൻ്റെ വേറൊരു ബ്രാഞ്ച് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ പ്രാവശ്യം ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ. കണ്ണി കണ്ടതൊന്നും കണ്ടൊക്കെയോ ഞാൻ അടുത്ത് വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അഗൈൻ നമ്മളിപ്പോൾ ഇനി പോകുന്നത് റൗസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിലാണ്. അവിടെയാണ് സാനുവിന് ഇന്ന് പാർട്ടിയൊക്കെ ഉള്ളത്. സോ വി ആർ ഓൺ അവർ വേ ദേർ. ഫുഡ് കഴിച്ച സന്തോഷത്തില്ല തോന്നുന്നുണ്ട്. ചെറുത് വലിയ വാശിയും ബഹളമൊന്നും ഇല്ലാണ്ട് സമാധാനമായി പാട്ടും കേട്ടിട്ട് വണ്ടിയിൽ ഇരിക്കണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ തൽക്കാലം റൗസിൽ ഷോപ്പിംഗ് സെൻറ്ററിലാണ്. ഇവിടെയാണ് ഇവളുടെ പാർട്ടി സംഭവം സാനുവിൻ്റെ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ വന്നത്. വി തോട്ട് ഓക്കെ നേരത്തെ എത്തി. 10 മണി ആയിട്ടുള്ളൂ. 15 മണിക്കാണ് സാനുവിൻ്റെ പരിപാടി. അപ്പോൾ അവിടെ ഏതായാലും സാധനമൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഗിഫ്റ്റൊക്കെ എടുത്തിട്ട്. ബട്ട് വാട്ട് വി തോട്ട് ഇസ് നമുക്ക് വുൾവേർട്സിൽ സാധനം വാങ്ങണമായിരുന്നല്ലോ. അവളെ ഡ്രോപ്പ് ചെയ്ത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വുൾവേർട്സ് ഉണ്ട്. സോ നമ്മുടെ വുൾവേർട്സിന് പകരം ഇവിടുന്ന് സാധനം വാങ്ങി അങ്ങനെ കുറച്ച് നേരമെങ്കിലും ഒന്ന് സേവ് ചെയ്യാമല്ലോ. ഒന്ന് ശ്വാസം വിടാൻ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നിട്ട് കേട്ടോ ഇവിടുത്തെ വുൾവേർട്സുകാർ കുറച്ച് സാമാനം വാങ്ങി. ഇവിടെ ഓരോ സ്ഥലത്തിൻ്റെ ക്ലോസ് ആയിട്ടുള്ള പാർക്കിംഗ് കിട്ടും. അപ്പോൾ അത് വുൾവേർട്സിൻ്റെ അടുത്താണ് ഈ പാർക്കിംഗ് ലോട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കണത് വണ്ടി. മുകളിൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനവും കിട്ടും. വുൾവേർട്സിൻ്റെ ടൂൾസ് എല്ലാ ഷോപ്പിംഗ് സെൻറ്ററും അത്. സോ വി കം ഹിയർ എ ലോട്ട്. നീ റെഡി ആയോ പാർട്ടിക്ക് പോകാൻ? ചെറുതിനാ ബാസ്ക്കറ്റിലിട്ടിട്ടുണ്ട്. എത്ര നേരം ഇരിക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ആ ബാസ്ക്കറ്റ് യൂസ് ചെയ്യാൻ കോയിൻ വേണേ. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് മാറ്റി കോയിൻ ആക്കിയപ്പോഴാണ് കണ്ടത്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടോ, ചാൾസിൻ്റെ ഇതുള്ള കോയിൻ വന്നിരിക്കണോ, ക്വീൻ എലിസബത്ത് മാറിയിട്ട്. കാണാണ്ടോ അറിയില്ല ഉണ്ടോ. ആൻഡ് ഹിയർ ഇറ്റ് സെസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒളിമ്പിക്സ്. നൈസ്ലേ. സേവ് ചെയ്ത് വെച്ചാ കോയിൻ. ബ്ലൂബെറീസിനൊക്കെ നല്ല സെയിലുണ്ട്. സ്ട്രോബെറീസിനൊക്കെ കേട്ടോ. സാഷുവിന് വലിയ ഇഷ്ടമാണ് ബ്ലൂബെറി. അപ്പോൾ അത് കുറച്ച് എടുക്കുന്നുണ്ട് എന്തായാലും. ഇത് പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആൻഡ് പ്രിട്ടി ലുക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, എന്തൊക്കെയാണ് ഉണ്ടാക്കുക. സാമ്പാർ ഇതൊക്കെയല്ല നോർമൽ കുറച്ച് കൂട്ടാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടാറുള്ളൂ എനിക്ക് എപ്പോഴും. ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ വെണ്ടയ്ക്കയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുള്ളൂ. ഇവിടെ ഒന്നും വെണ്ടയ്ക്ക റെയർലിയാണ് കിട്ടും. ചില വുൾവേർട്സിൽ കിട്ടും, എല്ലാ വുൾവേർട്സിലും വെണ്ടയ്ക്ക കിട്ടാറില്ല. സാശുവിന് മീൻ കാണിച്ചു കൊടുക്കാണ്, അതിന് വലിയ ഇഷ്ടമാണ് മീൻ. വുൾവേർട്സിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. അല്ലാതെ എടുത്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കാം, പഴം കഴിച്ചുകൊണ്ടിരിക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും മീൻ ഐറ്റംസ് ആണ് ഈ ആഴ്ച വാങ്ങാമെന്ന് വിചാരിക്കണേ. മിക്കവാറും സാൽമണിൽ തന്നെ കറങ്ങി തിരിഞ്ഞെത്തും. അതാണ് ഏറ്റവും ഇഷ്ടം പിള്ളേർക്കും നമുക്കും. അതാട്ടോ, അപ്പോൾ സ്കിന്ന് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട്. തൈരൊക്കെ എടുക്കാണ്ട് കേട്ടോ. തൈരും ചീസിൻ്റെ ഒക്കെ ഒരു ഫുൾ സെക്ഷൻ ഉണ്ട് ഇവിടെ. ഫുൾ നമുക്ക് എത്ര ബ്രാൻഡ്സിൻ്റെ വേണമെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പിയെടുക്കുകയാണ്. ചില ബ്രാൻഡ്സ് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡ്സ് ജൽനയുടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാറ് നോർമലി. അപ്പോൾ അത് തപ്പി അടക്കാം. നമ്മുടെ നോർമലി വരുന്ന ബുൾവറ്റ്സ് അല്ലല്ലോ, അതാണ് ഒരു തപ്പൽ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഒരു ടോയ് കൊടുത്തിട്ടുണ്ട്. What is it, Sasha? What is it? Monkey. Yeah, monkey. Like you. സാധനമൊക്കെ വാങ്ങിയിട്ടേ സുനിലവിടെ പേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് 5 മിനിറ്റ് കൂടെ ഉള്ളവളുടെ പാർട്ടി തുടങ്ങാൻ. അപ്പോൾ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവളുടെ ഫ്രണ്ട്സൊക്കെ ഇനി അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് ഇരിക്കുക പുറത്തില്ല. സാധനവും പച്ചക്കറിയൊക്കെ അത്ര മതി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പിച്ചു നമ്മൾ. അപ്പോൾ ഇവളെ എടുത്തിട്ടുണ്ട് ഞാൻ. സാധനം ഉണ്ട്. ഞാൻ ഓടുക കേട്ടോ അങ്ങോട്ട്. അതിൻ്റെ ഓട്ടം കണ്ടില്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വെച്ചിട്ട് ഞാനിവിടെ ഈ ചെറുതിനെ പിടിച്ചിട്ടാണ് നടക്കണത്. കാരണം സുനിലിൻ്റെ അടുത്ത് ഇരിക്കണില്ലേ സാക്ഷുമ, ഓടുകയാണ്. അതിന് വെച്ചിട്ട് വിൽസന്റെ ബസ്. Ready? Ready. Smile. There you go. സ്കൂൾ ഹോളിഡേയ്സ് തുടങ്ങി ഇവിടെ വേണ്ടേ. അപ്പോൾ കുട്ടികളുടെ ഓരോ ഇവന്റ്സ് ഇവിടെ നടക്കുക. ഞാൻ കാണിച്ചു തരാം. സ്കേറ്റിങ്ങിൻ്റെ എന്തോ കുട്ടികളെ ട്രെയിനിപ്പിച്ചുകൊണ്ടിരിക്കണം. വിധത്തിലാണ് തിരിച്ചു വന്നാ. ചെറുത് വരുന്നില്ല. സോഫീനെയും കെട്ടിപ്പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ സോഫി പറഞ്ഞിട്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ സശ. അവസാനം അതിന് ലോലിപോപ്പ് കൊടുത്ത് മയക്കി അങ്ങനെ കൊണ്ടുവരേ. ഞാൻ ദൈവമേ ഒരു വിധത്തിലെത്തിട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അവിടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോയി ഇവിടേക്ക് ഒന്ന് ഉറക്കണം. ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഇവരുടെ പാർട്ടി കഴിയുമ്പോഴത്തേക്ക് സുള്ളു വന്ന് പിക്ക് ചെയ്തോളും. എന്നിട്ട് വേണം നമുക്ക് സിഡ്നി ഒളിമ്പിക് പാർക്കിലേക്ക് ഇന്ന് പോവാൻ. അവിടെയാണ് ഈ ജൂറാസിക് വേൾഡ് പോലത്തെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട് ഫോർ എ വെരി ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിരുന്നു സുള്ളു. അപ്പോൾ അതിന് സാനുവിനെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ നമ്മളെയും പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. സോ ഇനി കുറേ പരിപാടി ഉണ്ട്. ലെറ്റ്സ് ഗോ ഹോം. വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഉഷാറായപ്പോഴാട്ടോ ഫുഡ് അടിച്ചതിൻ്റെ ക്ഷീണം എന്ന് പറയാം. നല്ല ഫുഡായിരുന്നു. സോ വി ഏഡ് റിയലി വെൽ. ആ കഴിച്ച ക്ഷീണത്തിൽ നമ്മൾ ലഞ്ച് തന്നെ സ്കിപ്പ് ചെയ്തു. അതിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. ബിക്കോസ് റിയലി ഫില്ലിങ്. ലഞ്ചൊന്നും കഴിച്ചില്ല. കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി സാശുവിനെയും പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സുനിൽ പോയിട്ട് സാനുവിനെ ആ പാർട്ടിയുടെ അവിടെ നിന്ന് പോയി എടുത്തിട്ടൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഷോ എന്തൊരു ടാക്സ് സർക്കിൾസ് ആയിരുന്നു പറയാം. എനിക്ക് ഉറക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞാനിങ്ങനെ വീക്കെൻഡിൽ പറ്റുമ്പോഴൊക്കെ ആയിട്ടൊക്കെ നാപ്പ്. അവൾ ഉച്ചയ്ക്ക് ഉറങ്ങണ നേരമാണ് കറക്റ്റ് എനിക്ക്. ആൻഡ് ഐ ലവ് ഉച്ചയ്ക്ക് കിടന്നിട്ട് ഉറങ്ങാൻ കേട്ടോ. കുംഭകർണനെ പോലെ ഞാൻ കിടന്നുറങ്ങും. എനിക്കൊരു 1 hour സ്ലീപ്പ് കിട്ടിയാൽ റിയലി മേക്സ് എ ബിഗ് ഡിഫറൻസ്. ബിക്കോസ് ഞാൻ ഓഫീസ് പോകുമ്പോഴൊക്കെ ഞാൻ കണ്ണടിയിലൊക്കെ പിന്നെ ഡാർക്ക് സർക്കിൾസ് ആയിട്ട് ലൈക്ക് മേക്കപ്പിനൊക്കെ വലിയൊരു പരിധി ആകുമ്പോൾ. എനിവേസ് ഇപ്പോൾ കുളിച്ചൊക്കെ റെഡിയായി. പിള്ളേരൊക്കെ റെഡിയാണ്. നമ്മൾ ഇനി ഇറങ്ങാം കേട്ടോ. നമുക്ക് 5 o'clock സ്ലോട്ടാണ് കിട്ടിയിരിക്കണേ ആ ഡൈനസോറിൻ്റെ ഷോ കാണാൻ, വിച്ച് ഇസ് ദ ലാസ്റ്റ് സ്ലോട്ട്. അപ്പോൾ അത് 7 o'clock വരെ ഉണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഫിനിഷസ്. അപ്പോൾ ജുറാസിക് വേൾഡ് ഒക്കെ മാതിരി ഇങ്ങനെ ഡൈനസോഴ്സിൻ്റെ ഒരു റിയൽ ലൈഫിലൊക്കെ വന്ന് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശാശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഡൈനസോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടതും സുള്ളു വേഗം ബുക്ക് ചെയ്തു കേട്ടോ. വീണോടാ കണ്ണ ഉടുപ്പൊക്കെ എന്റെ അമ്മ എന്റെ പാടി. അവൾക്ക് എൻ്റെ ഈ സെൽഫി സ്റ്റിക്ക് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഓടി വന്നതാ. അവൾ എന്നെ പറയുന്നുണ്ട് സിനിമന്ന് എന്നിട്ട് അതിനത് വേണം. എനിവേസ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ. പിള്ളേരൊക്കെ റെഡിയാണ്. നിനക്ക് തരില്ല ഞാൻ പറയട്ടെ. അപ്പോൾ വി ആർ ഓൾ റെഡി നൗ ആൻഡ് ഇറങ്ങാൻ പോവാണ്. 3 മണിയുടെ സ്ലോട്ടായിരുന്നു ആക്ച്വലി നമ്മൾ എടുക്കണം വിചാരിച്ചേ. ഇത് മതിയില്ലേ എന്നൊക്കെ വെച്ചിട്ട് ഓക്കെ ലെറ്റ്സ് ബുക്ക് എന്നിങ്ങനെ സുള്ളത് പറഞ്ഞതും ഫുൾ ബുക്ക്ഡ് ഔട്ടായി. ബിക്കോസ് ലിമിറ്റഡ് സ്പേസസ് ഉള്ളൂ. ആൻഡ് ബാച്ചായിട്ടാണ് ആൾക്കാർ അവർ കയറ്റണം. ഐ തിങ്ക് ഒരു ബൾക്കായിട്ട് ആൾക്കാർ ആയിട്ടൊക്കെ കൊണ്ടുപോകണില്ല ഉള്ളിലേക്ക്. ബട്ട് ലക്കിലി ഒരു കണക്കിന് നന്നായി 5 o'clock കിട്ടിയ. ബിക്കോസ് ഇന്നത്തെ ദിവസം സോ ഹെക്ടിക്. 3 മണിയാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ മുമ്പേ ഇറങ്ങേണ്ടി തന്നെ വന്നേനെ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് 5 o'clock സ്ലോട്ട് കിട്ടി. ബട്ട് രാത്രി അവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇറ്റ് ബി കോൾഡ്. എന്താണാവോ ഞാനാണെങ്കിൽ വലിയ ഫോമില് എൻ്റെ അങ്ങനത്തെ എന്തായാലും പറയാ എടുത്തോ
എൻ്റെ ഇങ്ങനത്തെ ജീൻസൊക്കെ ഞെട്ടുക്കാട്ടോ, ഫ്ലെയർ ജീൻസൊക്കെ ഇട്ടുക. എന്നിട്ട് ഫുള്ളും സാധനമൊക്കെ എന്നെ കിടന്ന് കളിയാക്കണം കേട്ടോ. എന്താ അത് തട്ടിത്തടഞ്ഞ് വീഴോ ഡൈനോസറിനെ കണ്ട് പേടിച്ചോടുമ്പോ. അയ്യോടാ, ഞാൻ ഈ വടി ഏതായാലും എടുക്കാൻ പറ്റില്ല തോന്നുന്നു. കാരണം അതിന് വേണത്. എനിക്കിപ്പോ ഇത് എന്തിനാ ഉണ്ണി? അയ്യോടാ, നമുക്ക് ഇവിടുന്ന് ആക്ച്വലി ഒരു 31 kilometers ഉണ്ട് കേട്ടോ. വണ്ടി കയറി വീണ്ടും അടുത്ത യാത്ര. ടുഡേ ഹാസ് ബിൻ ഹെക്ടിക് ട്ടോ. കുറേ പരിപാടി ഒന്ന് ചെയ്യണ മാതിരി. ഒരു മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യാൻ ഞാൻ മതിയായിരുന്നു. നമുക്ക് വി ഡോണ്ട് നോ വേർ വിൽ ഗെറ്റ് പാർക്കിംഗ്. ഈ സിഡ്നി ഒളിമ്പിക് പാർക്ക് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ആൻഡ് ഐ ഫീൽ വെരി ലൈക്ക് ഗൂസ് പമ്പ് പോലത്തെ ഒരു ഫീലിംഗ്. ഐ വോണ്ട് ദ കിഡ്സ് ഓൾസോ ടു എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മൾ പോണത് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഈവൻറ്റ് കാണാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിലും ദർ ഇസ് എ ലോട്ട് ടു സീ ട്ടോ സിഡ്നി ഒളിമ്പിക് പാർക്കിൽ. ബേസിക്കലി 2000 ഇവിടെ ഒളിമ്പിക്സ് നടന്നിരുന്നു സിഡ്നിയിൽ. ആൻഡ് അന്ന് അവർ ഉണ്ടാക്കിയ ഒരു ഹോൾ വില്ലേജാണ് ഈ സിഡ്നി ഒളിമ്പിക് പാർക്ക്. ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ അതൊരു സബർബ് പോലെയായി മാറി. അവിടെ ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവിടെ കുറേ ഉണ്ടായിരുന്ന റെസിഡൻഷ്യൽ സ്പേസസ് ഒക്കെ ആൾക്കാർ വാങ്ങി റെൻറ്റ് ചെയ്ത് താമസിക്കുകയാണ്. സിഡ്നി ഒളിമ്പിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ സബർബിൻ്റെ പേര് തന്നെ ആയിരിക്കണേ. ബട്ട് ബിക്കോസ് അവിടെ ഒളിമ്പിക്സ് ഒക്കെ നടന്നുകൊണ്ട് അവിടെ സ്വിമ്മിങ്ങിൻ്റെ ഇൻറ്റൻസീവ് പ്രോഗ്രാംസ് ഉണ്ട്, റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഡൈവിങ് പഠിപ്പിക്കും, ആർച്ചറി, ബൈക്കിലുള്ള ട്രാക്ക് റേസിംഗ് ഗെയിംസ്, ഷൂട്ടിംഗ് ആൻഡ് ഈവൻ ഫോർ പാരാ ഒളിമ്പിക്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഗെയിംസും ട്രെയിനിങ് ഉണ്ട്, സോക്കർ, ബാസ്കറ്റ് ബോൾ, ഇനി എല്ലാ ഒളിമ്പിക്സ് റിലേറ്റഡ് ഐറ്റംസും ഉണ്ട്. ആൻഡ് ഓസ്ട്രേലിയയിൽ ഭയങ്കരമായിട്ട് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമല്ലേ. സോ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ് ടു തിങ്ക് ദാറ്റ് ഓൾ ദീസ് വേൾഡ് ക്ലാസ് അത്ലീറ്റ്സ് വർ ദേർ വൺ ഡേ. അവിടെ പോകുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളിത് അവിടെ എത്താറായി. ബട്ട് ഞാൻ ഈ വീഡിയോ ഫുൾ എടുത്തപ്പോഴാണ് കണ്ടത് ദാറ്റ് 1 മണിക്കൂറുണ്ട് ഈ ഹോൾ ഡേയുടെ വീഡിയോ. നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ബോറടിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ദ ഡൈനസോർ എക്സ്പീരിയൻസ് ദാറ്റ് വി വെൻറ്റ് ടു വാസ് ജസ്റ്റ് അമേസിങ് ട്ടോ. കുട്ടികൾ ആൻഡ് അസ് വി ഓൾ ഹാഡ് സോ മച്ച് ഓഫ് ഫൺ. ബട്ട് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചു. അത് ഏതായാലും വേണ്ട, ഈ വീഡിയോ ഇവിടെ നിർത്തി. ഞാൻ അടുത്ത ആഴ്ചത്തേൽ അതിൻ്റെ മാത്രം വിശേഷങ്ങളായിട്ട് കാണിച്ചു തരാം. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് എല്ലാ വിശേഷങ്ങളും എന്നെ എഴുതി അറിയിക്കൂ. ആൻഡ് ആസ് ഓൾവേസ് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഹ്യൂജ് താങ്ക് യു. വിഷമമുണ്ട് ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വാട്ട് ടു ഡു, വല്ലാണ്ട് ലെങ്ത് ആയി പോയി വീഡിയോ. അപ്പോൾ അത് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അതിവിടെ നിർത്തണേ. ബട്ട് നെക്സ്റ്റ് വീക്ക് ഫോർ ഷുവർ കാണാതെ മറക്കൂ. ബിക്കോസ് ദ ഡൈനോസോർ വാസ് ലൈക്ക് അമേസിങ്. സിഡ്നി ആൻഡ് മെൽബണിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വേറെ സ്റ്റേറ്റ്സിലും അത് വരുന്നുണ്ടാവും. ബട്ട് ഇഫ് യു ക്യാൻ മേക്ക് ഷുവർ യു ഗോ. നമ്മളിവിടെ സിഡ്നി ഒളിമ്പിക് പാർക്കിൻ്റെ മെയിൻ ഏരിയയിൽ എത്തിയിട്ടോ. ഇത് അവിടുത്തെ ഒരു ക്യൂഡോസ് ബാങ്ക് അറീന എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ബട്ട് ഇവിടെയും നിന്നിട്ടുള്ള വിശേഷങ്ങളും ഇവിടെ നമ്മൾ പോയതിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് അടുത്ത ആഴ്ച വരുന്നത്. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് വിൽ കീപ് വാച്ചിങ് ആൻഡ് മേക്ക് ഷുവർ അടുത്ത ആഴ്ചത്തെ വീഡിയോ എന്തായാലും കാണൂ. സോ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോ തൽക്കാലം റാപ്പ് ചെയ്യട്ടെ. Thank you for watching, and until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. Bye guys, I hope you enjoy.